ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗാർലിക് നാൻ പൊറോട്ടയും പനീർ ദോപ്യാജയുടെ ഒരു കോംബോ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായി ആദ്യം തന്നെ നമുക്ക് പനീർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന പനീർ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഒന്ന് കളറ് മാറുന്നത് വരെ ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഒത്തിരി നമ്മൾ എണ്ണയിലിട്ട് ഒത്തിരി ഇത് മുരിക്കാൻ നിന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഹാർഡായി പോകും. അതുകൊണ്ട് ഒന്ന് പുറമേ ഒന്ന് കളറ് മാറുന്നത് വരെ, ഒന്ന് ബ്രൗൺ കളറൊന്ന് ചെറുതായിട്ടൊന്ന് ആകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്യാതെ ഉപയോഗിക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉള്ളത് നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. മതിയാകും. ഇപ്പോൾ ഇത് നമുക്ക് എണ്ണയിലൊന്ന് കോരി മാറ്റാം. ഇനി ആ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 2 ചെറിയ കഷ്ണം ബേ ലീഫ്, 3-4 ഗ്രാമ്പൂ, ഒരു ചെറിയ കറുവപ്പട്ടയുടെ ചെറിയൊരു പീസ്, അതുപോലെ ഏലയ്ക്ക, ഇവയൊക്കെ കൂടി ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. പിന്നെ നമുക്ക് അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു 2 സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. സവോളയുടെ കളറൊന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഫ്രൈ ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് പൊടി മസാലകളാണ് ആഡ് ചെയ്യുന്നത്. ഒരു 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ഇവയെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അല്പം മസാല ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും മസാല ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ ഒക്കെ ഒന്ന് വേവുന്നതിന് വേണ്ടി, തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വേവുന്നതിന് വേണ്ടി നമുക്ക് ഉപ്പ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടുവെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന പനീർ നമുക്ക് ഇട്ട് കൊടുക്കണം. പനീർ ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് നേരം ചെറിയ തീയിൽ നമുക്ക് സ്റ്റൗവിലിട്ട് തന്നെ വേവിക്കണം. പനീറിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അല്പസമയം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്കൊന്ന് കടുക് വറുക്കാനായിട്ട് എന്താണ് ചെയ്യുന്നത് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്തിരിക്കും. 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആകുമ്പോഴേക്കും ഇതുപോലെ സവോള ഇതുപോലെ ബൾബ്സായിട്ട് അരിഞ്ഞിട്ടുള്ളത് നമുക്ക് ആഡ് ചെയ്യാം. ഒരു 2 സവോള ഇതുപോലെ നമുക്ക് അരിഞ്ഞിട്ടെടുക്കാം. ഈ റെസിപ്പി ആക്ച്വലി മുഗൾ സാമ്രാജ്യത്തിന് മുഗൾ എംപറർ ആയിരിക്കുന്ന അക്ബറിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത്. അക്ബറിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന മുല്ല ദോപ്യാസ എന്ന് പറയുന്ന ഒരാളാണ് ഈ റെസിപ്പി നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയ റെസിപ്പി. നോൺ വെജ് ആണ്. പിന്നെ നമ്മൾ വെജിറ്റബിളും ഉണ്ടാക്കുന്നത്. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ അല്പം വറ്റൽമുളകും 2-3 പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്ത് നമുക്ക് നമ്മുടെ ഈ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പാലിൽ നിന്ന് എടുക്കുന്ന പാടയുണ്ടല്ലോ, അതാണെങ്കിലും നല്ലവണ്ണം ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പനീർ ദോപ്യാജ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർലിക് നാൻ പൊറോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാനിവിടെ കാണിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. 1 കപ്പ് ഗോതമ്പ് മാവും 1 കപ്പ് മൈദ മാവും കൂടെ ഞാനിവിടെ എടുത്ത് 1 കപ്പ് പാലിൽ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്ത് കുഴച്ചിട്ടുള്ള ഒരു മാവാണ്. ഏകദേശം 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനിത്. അതിനുശേഷം ഉള്ള പാർട്ടാണിത്. കുഴിക്കുന്നതിന് മുൻപേ വേണമെങ്കിൽ അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഗാർലിക്കും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു നാരങ്ങ വലുപ്പത്തിൽ എടുത്ത് നമുക്ക് ബോളുകളായിട്ട് എടുത്തതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. ഇതുപോലെ ഈ വലുപ്പത്തിൽ നമുക്ക് ഓരോ ബോൾസും എടുക്കാവുന്നതാണ്. അതുപോലെ അല്പം
മൈദാപ്പൊടി നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് വെച്ച് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അതായത് ഇപ്പം ഇതുപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നമുക്ക് എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം. അതുപോലെ കുറച്ച് പൊടി കൂടി നമുക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ അല്പം കൂടെ എണ്ണ അതിൻ്റെ പുറമേ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഇതുപോലെ നമുക്കൊന്ന് ചുറ്റിച്ച് ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും നമുക്കിതൊന്ന് പൊടി തൂക്കി കൊടുത്ത് നമുക്ക് വീണ്ടും ഇത് പരത്തിയെടുക്കണം. ഇതുപോലെ കൈകൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലപോലെ ഇതുപോലെ ഒരു ഷേപ്പിലായി വരും. എന്നിട്ട് വീണ്ടും നമുക്ക് അല്പം കൂടെ പൊടി തൂക്കി കൊടുത്ത് നമുക്കിത് ഒന്ന് പരത്തിയെടുക്കാം. റൗണ്ടിൽ നമുക്ക് ഇത് പരത്തിയെടുക്കാവുന്നതാണ്. ഇതുപോലെ റോളിങ് പിന്നെ ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് റോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ ഷേപ്പാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ കറുത്ത കളറിലുള്ള എള്ളുണ്ടല്ലോ, എള്ള് നമുക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് കളറിലുള്ള സെസമി സീഡ്സ് നമുക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അതുപോലെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി നമുക്കൊന്ന് അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പാൻ ചൂടായി വരുമ്പോഴേക്കും പാനിലേക്ക് നമുക്ക് അല്പം ബട്ടർ ഒന്ന് തൂത്ത് കൊടുക്കാം. ബട്ടറോ അല്ലെങ്കിൽ എണ്ണയോ നമുക്ക് തൂത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതനുസരിച്ച് നമുക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന നാൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും നന്നായി വേകുന്നത് വരെ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 2 സൈഡും ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ ഒക്കെ തൂത്ത് നമുക്ക് ഇത് എടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു നാനാണ് നമുക്ക് ഇവിടെ കിട്ടുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഡിന്നറിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്, ഒരു കോംബോയാണ്. അതുപോലെ പനീർ ദോപ്യാജ അതും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർലിക് നാൻ പൊറോട്ടയും പനീർ ദോപ്യാജ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക, ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓക്കെ, ബൈ.